അമുഖമായി പറയാനുള്ളത് പലതും ഗോപകുമാരൻ സാർ പറഞ്ഞത് തന്നെയാണ്. അതിനപ്പുറം എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് ഭരണഘടനയെ ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നതിലപ്പുറം മാറുന്ന സാഹചര്യങ്ങൾക്കും തലമുറകൾക്കും ഉയരുന്ന പ്രശ്നങ്ങൾക്കും അനുയോജ്യമായ തരത്തിൽ അതിനെ സജീവമാക്കണം, സശക്തമാക്കണം എന്നുള്ളതാണ്. ഇത് പറയുമ്പം വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറുടെ ആ വലിയ സംഭാവനയെ ഒരു തരത്തിലും കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. തീർച്ചയായും നേരെ മറിച്ച് അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്ന് ആ പ്രൊവിഷ്യൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ ആ ചരിത്രം നമ്മൾ ഓർക്കണം. പിന്നീട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ജ്യോതിർമയി മണ്ഡലിന്റെ സഹായത്തോടു കൂടി നാമശൂദ്ര വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് പ്രധാനമായും അംബേദ്കർക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് വരാൻ അവസരം ലഭിച്ചത്. അംബേദ്കറെ വേണ്ടത്ര ആദരിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കുമ്പം 1952 ആദ്യ തിരഞ്ഞെടുപ്പിൽ ലോകത്ത് വേറെ എവിടെയായിരുന്നെങ്കിലും അംബേദ്കർക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുവാൻ അവസരം ഉണ്ടാകുമായിരുന്നു. ഇവിടെ അത് ഉണ്ടായില്ലെന്നല്ല, അംബേദ്കറെ പരാജയപ്പെടുത്തി. അങ്ങനെയുള്ള നന്ദികേട് കാണിച്ച സമൂഹത്തിന് തിരുത്താൻ സമയമായിരിക്കുന്നു. അതുപോലെ പ്രധാനമന്ത്രി പറഞ്ഞു ആർട്ടിക്കിൾ 370 ഡോക്ടർ അംബേദ്കർ ഒരു തരത്തിലും യോജിച്ച ഒരു ആർട്ടിക്കിൾ ആയിരുന്നില്ല. അത് കൊണ്ടിരുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തതാണ്. അതിനെ എടുത്ത് കളഞ്ഞത് തന്നെ അംബേദ്കറോടുള്ള ആദരവ് പ്രകടിപ്പിക്കലായി രാജ്യം കണക്കാക്കണം. ഇതിനപ്പുറം പല വിഷയങ്ങളുമുണ്ട്. ജനാധിപത്യം ജനകീയമാകണം. ആ ഗോപകുമാരൻ സാർ പറഞ്ഞതുപോലെ സാമൂഹിക നീതി ഉറപ്പാക്കണമെങ്കിൽ വരിയുടെ അവസാനം നിൽക്കുന്നയാളിനും ജനാധിപത്യത്തിൽ പങ്കാളിത്തം ലഭിക്കണം. അതിനുതകുന്ന രീതിയിൽ ഭരണഘടനയിലും കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സമഗ്രമായ ഒരു ചിന്തയ്ക്കൂടെ അവസരമായി മാറണം